വെൽക്കം ബാക്ക് ടു എൻചാൻറ്റഡ് ലേണിംഗ്. ഇറ്റ്സ് ബെനാസ് ഖാലിദ്. എൻചാൻറ്റഡ് സ്കൂൾ മാപ്പിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പം എന്റെ മക്കളെല്ലാം നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? രസതന്ത്രം, കെമിസ്ട്രിയാണ് പഠിച്ചല്ലേ. അപ്പൊ നമ്മൾ അത് ഒരുവിധം ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ കാര്യങ്ങളൊക്കെ എന്റെ മക്കൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് കെമിസ്ട്രിയിൽ തന്നെ രസതന്ത്രത്തിൽ തന്നെ മറ്റൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ചാപ്റ്റർ നമുക്ക് പരീക്ഷയ്ക്ക് എന്താക്കാണ് പഠിക്കാനുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ മക്കൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പം ഇന്ന് നിങ്ങൾ എന്തൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ശരി, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങാം. ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ജലം അല്ലെ. ഇപ്പൊ ജലത്തെ കുറിച്ച് നമുക്ക് എന്തറിയാം? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ റിപ്പീറ്റ് ചെയ്ത ഒരു കാര്യമാണ്. എന്താണ് ജലം എന്ന് പറയുന്നത്? സാർവിക ലായകമാണ് അല്ലെ. ഇതൊരു യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. അപ്പൊ ജലത്തെ സാർവിക ലായകം, ഇത് യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയാനുള്ള കാരണം എന്താ? ജലത്തിന് എല്ലാ വസ്തുക്കളെയും ലയിപ്പിക്കാനുള്ള കഴിവുണ്ട് അല്ലെ. ജലത്തിന് അതായത് ദ്രാവകത്തെയും ഖരത്തെയും അതുപോലെ തന്നെ വാതക വസ്തുക്കളെയും വാതകവസ്തുക്കളിരിക്കുന്ന വസ്തുക്കളെല്ലാം ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ജലം എന്ന് പറയുന്നത് ഒരു സാർവിക ലായകമാണ്. വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെന്റ് അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. അപ്പൊ എന്റെ മക്കൾക്ക് അത് ഓർമ്മയുണ്ടല്ലേ? അപ്പൊ അതാണ് നമ്മൾ പ്രധാനമായിട്ട് ആദ്യമായിട്ട് ജലത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഈ ഒരു പാഠത്തില് നമ്മൾ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് തിളനിലയാണ്. അപ്പൊ എന്താണ് തിളനില അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തിളയ്ക്കുന്ന അല്ലെ, ജലം തിളയ്ക്കുന്നത് നമുക്കറിയാം. എന്താണ് തിളയ്ക്കുന്ന താപനിലയെ എന്ത് വിളിക്കുന്നത്? തിളനില എന്ന് വിളിക്കുന്നത്. എന്താണ് തിളയ്ക്കുന്ന താപനിലയാണ് എന്ത് വിളിക്കുന്നത്? തിളനില. ഇവിടെ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ജലത്തിനെ കുറിച്ചാണ് ഇതല്ലേ. അപ്പൊ ജലം തിളയ്ക്കുന്ന താപനിലയാണ് എന്ത്? തിളനില എന്ന് മനസ്സിലാക്കുക. ഇനി ജലം തിളയ്ക്കുന്നത് എങ്ങനെയാണ്? സാധാരണ അന്തരീക്ഷ മർദ്ദത്തിലാണ് ഒരു ദ്രാവകം തിളയ്ക്കുന്നത്. ആ ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തിളയ്ക്കുമ്പോൾ ആ തിളയ്ക്കുന്ന താപനിലയാണ് എന്ത് വിളിക്കുന്നത്? തിളനില എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് തിളനില എന്ന് പറയുന്നത്? സാധാരണ അന്തരീക്ഷ മർദ്ദത്തില് ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനിലയാണ് എന്ത് വിളിക്കുന്നത്? തിളനില. അപ്പൊ ജലം മാത്രമല്ല, ഏതൊരു ദ്രാവകം എടുത്താലും അത് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തിളയ്ക്കുന്ന താപനിലയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? തിളനില എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം മനസ്സിലായോ? അപ്പൊ നമ്മൾ തിളനിലയെ കുറിച്ച് മനസ്സിലാക്കി അല്ലെ. ഇനി തിളനിലയെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ജലത്തിന്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന്റെ തിളനില. അപ്പൊ എന്താണ്? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. അല്ലെങ്കിൽ ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? അന്തരീക്ഷ മർദ്ദത്തില് 0 ഡിഗ്രി സെൽഷ്യസിനും 100 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ താപനില ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഒരു പോയിന്റ് എന്താണ്? അന്തരീക്ഷ മർദ്ദത്തില് 0 ഡിഗ്രി സെൽഷ്യസിനും 100 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലകളാണ് ജലം ഏതവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്? ദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അന്തരീക്ഷ മർദ്ദത്തില് 0 ഡിഗ്രി സെൽഷ്യസിനും 100 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലകളാണ് ജലം എന്തായി സ്ഥിതി ചെയ്യുന്നത്? ദ്രാവകമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. രണ്ടാമത്, 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏത് താപനിലയും ജലം എന്തായി മാറുന്നു? ബാഷ്പമായിട്ട് മാറും. 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏത് താപനിലയും എന്ത് ചെയ്യുന്നത്? ജലം ബാഷ്പമായിട്ട് മാറും. അപ്പൊ ജലം ദ്രാവകത്തിൽ സ്ഥിതി ചെയ്യുന്ന താപനില 0നും 100നും ഇടയിലുള്ള താപനിലകളാണെന്ന് മനസ്സിലാക്കുക. 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏത് താപനില ജലം എന്തായിട്ട് മാറുന്നത്? ബാഷ്പമായിട്ട് മാറുന്നത് മനസ്സിലാക്കുക. ഇനി ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനത്തെയാണ് എന്ത് വിളിക്കുന്നത്? ബാഷ്പീകരണം, ഇവോപ്പറേഷൻ വിളിക്കുന്നത്. അപ്പൊ ഒരു ദ്രാവകം ബാഷ്പമായിട്ട് മാറുന്ന പ്രവർത്തനം എന്താ വിളിക്കുന്നത് മക്കളെ? ഇവോപ്പറേഷൻ എങ്കിൽ ബാഷ്പീകരണം. ഇനി ഇവോപ്പറേഷൻ, ബാഷ്പീകരണ പ്രവർത്തനം നടക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ മനസ്സിലാക്കൂ. ജലം ചൂടാക്കുന്നു. നമുക്ക് ജലം ചൂടാക്കാം. ജലം ചൂടാക്കുന്ന സമയത്ത് ചൂട് ആക്കുന്ന സമയത്ത് ജലം ഈ ചൂടിനെ ആഗിരണം ചെയ്യുന്നു അല്ലെ. അപ്പൊ ആഗിരണം ചെയ്യുന്ന സമയത്ത് ചൂട് അല്ലെങ്കിൽ താപത്തെ ആഗിരണം ചെയ്യുന്നു. ജലം ചൂടാക്കുന്ന സമയത്ത് താപത്തെ ആഗിരണം ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് താപനില ഉയരുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്ത് നടക്കുന്ന? ബാഷ്പീകരണ പ്രവർത്തനം നടക്കുന്ന മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ജലം അന്തരീക്ഷ മർദ്ദത്തില് 0 ഡിഗ്രി സെൽഷ്യസും 100 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലെ താപനിലയിലെ ജലം ദ്രാവകമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏത് താപനിലയിലും ജലത്തിന് എന്തായി മാറാൻ സാധിക്കും? ബാഷ്പമായിട്ട് മാറുന്നുണ്ട്. ഇനി ദ്രാവകം ബാഷ്പ പ്രവർത്തനത്തെ എന്ത് വിളിക്കുന്നു? ഇവോപ്പറേഷൻ, ബാഷ്പീകരണം വിളിക്കുന്നു. ഇനി ജലം ചൂടാകുമ്പോൾ അത് താപത്തെ ആഗിരണം ചെയ്യുന്നു. ഇങ്ങനെ താപനില വർദ്ധിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവോപ്പറേഷൻ നടക്കുന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്, വാട്ടർ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് ഫോം അറ്റ് ടെമ്പറേച്ചേഴ്സ് ബിറ്റ്വീൻ 0 ഡിഗ്രി ആൻഡ് 100 ഡിഗ്രി സെൽഷ്യസ്. വാട്ടർ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് ഫോം അറ്റ് ബിറ്റ്വീൻ 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 100 ഡിഗ്രി സെൽഷ്യസ്. Then, but water changes to vapor at any temperature up to 100 degree Celsius. Water exists in liquid state between 0 degree Celsius and 100 degree Celsius. And water can exist
വേപ്പർ അറ്റ് എനി ടെമ്പറേച്ചർ അപ് ടു 100 ഡിഗ്രീസ്. അപ് ടു 100 ഡിഗ്രി സെൽഷ്യസ് ഏത് ടെമ്പറേച്ചറിനും വെള്ളത്തിന് എന്തായിട്ട് മാറാൻ പറ്റും? വേപ്പർ ആയിട്ട് മാറാൻ സാധിക്കും. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവോപ്പറേഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ് ചേഞ്ചസ് ഇൻടു വേപ്പർ. ലിക്വിഡ് ചേഞ്ചസ് ഇൻടു വേപ്പർ. The evaporation process, what happens when we heat water? When water is heated, the water absorbs heat and the temperature rises, and this and as a result evaporation occurs. അതാണ് evaporation നടക്കുന്ന പ്രവർത്തനം എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയ മക്കളെ? മനസ്സിലായ മക്കളെ? അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന മറ്റൊരു ഭാഗം ഏതാണ്? നമ്മൾ ഇപ്പൊ പഠിച്ച എന്താണ്? തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ആണ് മനസ്സിലാക്കി അല്ലെ? തിളയ്ക്കുന്ന താപനിലയാണ് തിളനില. ഇനി മനസ്സിലാക്കുന്നത് ഖരാങ്കം അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ്. എന്താണ് ഖരാങ്കം അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ്? അത് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ഒരു സാധാരണ അന്തരീക്ഷ മർദ്ദത്തില് ഒരു ദ്രാവകം തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് ഖരാങ്കം അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയും. എന്താണ്? അവിടെയും സാധാരണ അന്തരീക്ഷ മർദ്ദത്തിലാണ് എന്താണ് അവിടെ മാറുന്നത്? ഒരു ദ്രാവകമാണ്. അത് തണുത്തുറന്ന് എന്തായിട്ട് മാറുമ്പോൾ ഖരമായിട്ട് മാറും അല്ലെ? ആ ഒരു താപനിലയാണ് ഉദ്ദേശിക്കുന്നത് ഖരാങ്കം അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഉദ്ദേശിക്കുന്നത്. ഇനി ജലത്തിന്റെ ഖരാങ്കം കൂടി നമ്മൾ മനസ്സിലാക്കണം. ജലത്തിന്റെ ഖരാങ്കം എത്ര മക്കളെ? 0 ഡിഗ്രി സെൽഷ്യസ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓർത്ത് വെക്കുക. അപ്പൊ എന്താണ് ഖരാങ്കം അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന ആ ഒരു താപനിലയാണ് ഖരാങ്കം അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ജലത്തിന്റെ ഖരാങ്കം എത്ര മക്കളെ? 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ എന്താണ് ഫ്രീസിംഗ് പോയിന്റ്? ദ ടെമ്പറേച്ചർ അല്ലെ? Freezing point of a liquid is a temperature at which it freezes. It freezes to solid at a normal atmospheric pressure. Freezing point of a liquid is the temperature at which a liquid freezes to solid at a normal atmospheric pressure. അതാണ് മനസ്സിലാക്കുക. Freezing point of a liquid എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ് അല്ലെ? ആ ടെമ്പറേച്ചർ at which a liquid changes to solid at normal atmospheric pressure. And the freezing point of water is how much? It is 0 degrees. Freezing point of water is 0 degree Celsius. കിട്ടിയോ മക്കളെ? ഇനി അടുത്ത എന്ത് മനസ്സിലാക്കാം? അടുത്ത നമുക്ക് നോക്കാം എന്താണ് മനസ്സിലാക്കാനുള്ളത്. അടുത്തോട് നോക്കൂ. നമ്മളിവിടെ ജലം എന്താണ് തണുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു അല്ലെ? ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. നമ്മള് ജലത്തിനാണോ, അതായത് സാധാരണ ഏതൊരു ചോദ്യം ഇതാണ്, ജലം തണുത്തുണ്ടാകുന്ന ഐസ് കഷ്ണങ്ങൾ വെള്ളത്തിലിട്ടാൽ തണുത്തു പോകുകയല്ലേ വേണ്ടത്? പക്ഷെ അത് എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ ജലം തണുത്തുണ്ടാകുന്ന ഐസ് കഷ്ണങ്ങൾ വെള്ളത്തിലിട്ടാൽ താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. കാരണം മനസ്സിലാക്കണം, ഏതൊരു വസ്തുവും തണുപ്പിക്കുമ്പോൾ അത് എന്ത് ചെയ്യും? ഇപ്പം ഏതൊരു വസ്തു തണുപ്പിച്ചാൽ അത് എന്ത് ചെയ്യും? ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ചുരുങ്ങുമ്പോൾ അതിന്റെ വ്യാപ്തം കുറയുകയും സാന്ദ്രത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഏതൊരു വസ്തുവിന്റെ അവസ്ഥ. ഏതൊരു വസ്തുവും തണുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? അതിന്റെ വ്യാപ്തം അത് ചുരുങ്ങി വ്യാപ്തം കുറയുന്നു, എന്നാൽ അതിന്റെ സാന്ദ്രത കൂടുകയാണ് ചെയ്തത്. പക്ഷെ ജലം തണുത്തുണ്ടാകുന്ന ഐസ് വെള്ളത്തിലിട്ടാൽ താഴ്ന്നു പോവുകയില്ലേ? താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത് അല്ലെ? ജലം തണുപ്പിച്ചുണ്ടാകുന്ന ഐസ് വെള്ളത്തിലിട്ടാൽ അത് താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ കാരണം? അപ്പൊ ഐസിനാണോ ജലത്തിനാണോ സാന്ദ്രത കൂടുതൽ? സാന്ദ്രത കുറഞ്ഞതുകൊണ്ടാണ് ഇത് താഴോട്ട് പോയത് അല്ലെ? അപ്പൊ സാന്ദ്രത കുറവാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ജലത്തിനല്ല. അപ്പൊ ഏതിനാ സാന്ദ്രത കുറവ്? ഐസിനാണ് സാന്ദ്രത കുറവ്. അപ്പൊ ജലത്തിനേക്കാൾ ആർക്കാണ് സാന്ദ്രത കുറവ്? ഐസിനാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ജലം തണുത്ത് ഉണ്ടായ ഐസ് താഴ്ന്നു പോകുമെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയാണ്. സാധാരണ ഏത് വസ്തുവും തണുക്കുമ്പോൾ ചുരുങ്ങുന്നു, അപ്പൊ അതിന്റെ വ്യാപ്തം കുറയുകയും സാന്ദ്രത കൂടുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ജലം തണുത്തുറഞ്ഞുണ്ടാകുന്ന ഐസിന്റെ വ്യാപ്തം കൂടുകയും എന്നാൽ സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് വെള്ളത്തിലിടുമ്പോൾ എന്ത് ചെയ്യുന്നത്? താഴോട്ട് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ജലം ഘനീഭവിച്ച ഐസ് ആകുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. അവിടെ വ്യാപ്തം കൂടുന്നു, എന്നാൽ സാന്ദ്രത കുറയുകയാണ് ചെയ്യുന്നത്. വ്യാപ്തം കൂടുന്നു, സാന്ദ്രത കുറയുന്നു. അതുകൊണ്ട് ഐസ് ജലത്തിൽ എന്ത് ചെയ്യുന്നു? താഴ്ന്നു പോവുകയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്ര മനസ്സിലായോ? അപ്പൊ ഐസിനാണ് ജലത്തിനാണ് സാന്ദ്രത കൂടുതൽ? ജലത്തിനാണ് സാന്ദ്രത കൂടുതൽ. ഐസിന് സാന്ദ്രത കുറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇത്ര ക്ലിയർ ആയോ? അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. When water is converted to ice, what happens to its volume? Its volume increases but density decreases. മനസ്സിലായോ? സാധാരണ when all substances shrink when it freezes. ഒരു എല്ലാ സബ്സ്റ്റൻസും ഫ്രീസ് ചെയ്യുന്ന സമയത്ത് shrink ചെയ്യും. All substances shrink when it freezes. Then its volume decreases and density increases. മനസ്സിലായോ? But in the case of water, when water becomes ice, what happens? Its volume increases, the density decreases. So the ice floats on water, ice sinks on water. മനസ്സിലായോ? അതുകൊണ്ടാണ് ഐസ് എന്ത് ചെയ്യുന്നത്?
വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതെന്ന്, വെള്ളത്തിൽ താന്നു പോകുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്. ഇനി ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കാവുള്ളൂ അടുത്ത എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? തിളനില മനസ്സിലാക്കി അല്ലെ, ഖരാങ്കം മനസ്സിലാക്കി, തിളനില മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയത് എന്തൊക്കെയാണ്? ഖരാങ്കം, തിളനില. ഖരാങ്കം, തിളനില മനസ്സിലാക്കി. അതുപോലെ തന്നെ കുറച്ച് ചെറിയ പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് ക്ലിയർ ആണ് മക്കളെ? യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പഠിക്കാൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി? എന്താണ് താപധാരിത? ജലത്തിന് താപം ഉൾക്കൊള്ളാനുള്ള കഴിവിനെയാണ് എന്ത് വിളിക്കുന്നത്? താപധാരിത എന്ന് വിളിക്കുന്നത്. അപ്പൊ ജലത്തിന്റെ താപം ഉൾക്കൊള്ളാനുള്ള കഴിവിനെ എന്ത് വിളിക്കുന്നു? താപധാരിത എന്ന് വിളിക്കുന്നു. ഇനി മറ്റ് ദ്രാവകങ്ങളെ അപേക്ഷിച്ച് ജലത്തിന് താപധാരിത കൂടുതലാണ്. അപ്പൊ ജലത്തിന് താപധാരിത എങ്ങനെയാണ്? കൂടുതലാണ്. എന്താണ് താപധാരിത? താപം ഉൾക്കൊള്ളാനുള്ള കഴിവിനെയാണ് എന്ത് വിളിക്കുന്നത്? താപധാരിത എന്ന് വിളിക്കുന്നത്. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ജലത്തിന്റെ താപം ഉൾക്കൊള്ളാനുള്ള കഴിവാണ്. മറ്റു ദ്രാവകങ്ങളെ അപേക്ഷിച്ച് ആർക്കാണ് ഉയർന്ന താപധാരിത ഉള്ളത്? ജലത്തിനാണ് ഉയർന്ന താപധാരിത ഉള്ളത്. ഇവിടെ ഓർത്തു വെക്കും. അപ്പൊ മക്കളെ അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, മനസ്സിലാക്കേണ്ടതാണ് ജലത്തിന്റെ താപധാരിത അല്ലെ. ജലത്തിന്റെ താപധാരിതയെ കുറിച്ച് മനസ്സിലാക്കുക എന്താണ്? ജലത്തിന് മറ്റുള്ള പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് താപധാരിത കൂടുതലാണ്. എന്താണ് താപധാരിത എന്ന് പറയുന്നത്? എന്താണ് താപത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവ്. ജലത്തിന്റെ താപത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവിനെയാണ് താപധാരിത എന്ന് പറയുന്നത്. അതിന് മറ്റുള്ള പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ജലത്തിന് ഉയർന്ന താപധാരിതയാണ് ഉള്ളതെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ അത്രയാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നോക്കി മക്കളെ എന്താ പറഞ്ഞത്? ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വാട്ടർ ഹാസ് എബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ് ദാൻ എനി അതർ സബ്സ്റ്റൻസസ്. അതാണ് എന്ത് പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞത്. വാട്ടർ ഹാസ് എബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ്, or that is a heat capacity of water as compared to other substances. The ability of water to hold heat, that is heat capacity. Water has more heat capacity as compared to other substances. മറ്റുള്ള സബ്സ്റ്റൻസുകൾ, മറ്റുള്ള പദാർത്ഥങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ വെള്ളത്തിന് താപധാരിത അല്ലെങ്കിൽ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ് മനസ്സിലാക്കി വെക്കുക. ഇനി മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ജലത്തിന്റെ തിളനില എത്രയാണ്? നമ്മൾ പഠിച്ചതാണ്. എന്താണ് ജലത്തിന്റെ തിളനില? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന്റെ തിളനില. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന്റെ തിളനില എന്ന് ഓർത്തു വെക്കുക. ഇനി ജലത്തിന്റെ ഖരാങ്കം എത്രയാണ്? ജലത്തിന്റെ ഖരാങ്കം എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ജലത്തിന്റെ ഖരാങ്കം എന്ന് ഓർത്തുക. ഫ്രീസിംഗ് പോയിന്റ്, ഇപ്പൊ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ്, ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഓർത്തു വെക്കുക. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു ചോദ്യം ഇതാണ്, ചൂടുള്ള വസ്തുക്കളോ ദ്രാവകങ്ങളോ ജലത്തിൽ വെച്ച് തണുപ്പിക്കുന്ന പ്രവർത്തനം. അത് നമുക്ക് ആ ഒരു പ്രവർത്തനം നോക്കുമ്പോൾ ഏതെങ്കിലും വസ്തുക്കളോ ദ്രാവകങ്ങളോ ജലത്തിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ചൂടുള്ള വസ്തുക്കളോ ദ്രാവകങ്ങളോ ജലത്തിൽ വെച്ച് തണുപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഉദാഹരണത്തിന് എടുക്കാം. നമ്മള് ചൂട് കറി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഒരു കറി ഇരിക്കുന്ന പാത്രം അതിലേക്ക് ഇറക്കി വെക്കുകയാണ്. നല്ല ചൂടുള്ള കറി ഇരിക്കുന്ന പാത്രമാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു അവിടെ? ഈ പറയുന്ന ഈ പാത്രത്തിലിരിക്കുന്ന ദ്രാവകത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ജലത്തിൽ വെച്ച് തണുപ്പിക്കാൻ ചെയ്യുന്നത്. ആ ചൂട് ജലം ഉൾക്കൊള്ളുന്നു. അപ്പൊ ആ പാത്രത്തിലിരിക്കുന്ന ഇപ്പൊ ഒരു കറിയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ആ കറി നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സമയത്ത് ആ ചൂടുള്ള കറിയാണ്. അപ്പൊ ആ കറി തണുക്കുന്നത് എങ്ങനെയാണ്? ആ കറിയിലുള്ള ചൂട് ആര് വലിച്ചെടുക്കുന്നു അല്ലെങ്കിൽ ആര് ഉൾക്കൊള്ളുന്നു? ആ താപത്തെ, കറിയിലുള്ള താപത്തെ ആര് ഉൾക്കൊള്ളുന്നു? ജലം ഉൾക്കൊള്ളുന്നു. അപ്പൊ ജലത്തിന് ഇങ്ങനെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ താപം ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. അതുകൊണ്ട് ജലം എന്ത് ചെയ്യുന്നു? ജലം ഇവിടെ ചൂട് പിടിക്കാൻ ചെയ്യുന്നു. മനസ്സിലായോ? ചൂടുള്ള വസ്തുക്കളോ പദാർത്ഥങ്ങളോ മനസ്സിലാക്കുക, ചൂടുള്ള വസ്തുക്കളോ ദ്രാവകങ്ങളോ ജലത്തിൽ വെച്ച് തണുപ്പിക്കുന്ന സമയത്ത് ആ പദാർത്ഥത്തിന്റെ താപം ഉൾക്കൊള്ളാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? ജലത്തിന് സാധിക്കുന്നു. മനസ്സിലായോ? അതായത് when a hot substance is kept in when a hot liquid or any substance is kept in water, what happens? The heat is absorbed by water. Water എന്ത് ചെയ്യും? ഹീറ്റിനെ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ വലിച്ചെടുക്കും, താപത്തെ ഉൾക്കൊള്ളും. അതിനെയാണ് അതിന്റെ താപധാരിത, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഇനി അതിന് എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ് ടു വാട്ടർ ഗെറ്റ്സ് ഹോട്ട്. അങ്ങനെ വെള്ളം എന്ത് ചെയ്യുന്നു? ചൂട് പിടിക്കുന്നത് മനസ്സിലാക്കും. ഇത്രയേ ഉള്ളൂ. ജലത്തിന് താപം ഉൾക്കൊള്ളാൻ കഴിവുണ്ടെങ്കിൽ ജലത്തിന് താപധാരിത കൊണ്ട് ചൂടുള്ള വസ്തുക്കളെ ദ്രാവകങ്ങളെ ജലത്തിൽ വെച്ച് തണുപ്പിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. അതാണ് ഇവിടെ ആ ഒരു കാര്യത്തിന്റെ പ്രവർത്തനം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് തെർമോമീറ്റർ ഉപയോഗിച്ച് ജലത്തിന്റെ തിളനില കണ്ടെത്തുന്ന പ്രവർത്തനം നോക്കുക. അപ്പൊ തെർമോമീറ്റർ ഉപയോഗിച്ച് ജലത്തിന്റെ തിളനില കണ്ടെത്തുകയാണ്. അപ്പൊ ആ ഒരു പ്രവർത്തനത്തിന് എന്തൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത് നോക്കാം. നമ്മള് തെർമോമീറ്റർ ഉപയോഗിച്ച് ജലത്തിന്റെ പ്രവർത്തനം കണ്ടെത്തുന്ന ഒരു
പ്രവർത്തനം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചുവട് ഉരുണ്ട ഫ്ലാസ്കില് 1/4 ഭാഗം ജലം എടുക്കുക. അപ്പൊ ചുവട് നല്ല ഉരുണ്ട ഫ്ലാസ്കില് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇവിടെ ജലത്തിന്റെ താപനില തെർമോമീറ്റർ ഉപയോഗിച്ച് കണ്ടെത്താൻ പോകുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഈ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ചുവട് ഉരുണ്ട ഒരു ഫ്ലാസ്കിൽ 1/4 ഭാഗം വെള്ളം എടുക്കുക. ഇനി ജലം മുങ്ങിയിരിക്കുന്ന രീതിയിൽ ഒരു തെർമോമീറ്റർ അതിൽ ക്രമീകരിക്കും. അപ്പൊ ജലത്തിൽ മുങ്ങിയിരിക്കുന്ന രീതിയിൽ ഒരു തെർമോമീറ്റർ അതിൽ വെക്കുക. ഇനി തെർമോമീറ്റർ റീഡിംഗ് നമ്മൾ എടുത്തു. അതിനുശേഷം ഈ ഫ്ലാസ്കിലെ ജലത്തെ നമ്മൾ എന്ത് ചെയ്യണം, ചൂടാക്കണം. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് തെർമോമീറ്ററിന്റെ താപനില ഇടയ്ക്കിടയ്ക്ക് നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇനി എപ്പോഴാണ് ഈ താപനില സ്ഥിരമായി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എപ്പോഴാണെങ്കിലും ഇവിടെ താപനില മാറാതെ നിൽക്കുന്ന എപ്പോഴാണ്, ജലം തിളയ്ക്കുന്ന സമയത്താണ്. മനസ്സിലായോ? അപ്പം ജലത്തിന് എന്താണ് തിളയ്ക്കാൻ തുടങ്ങി. ജലത്തിന് തിളയ്ക്കുന്ന ആ ഒരു സമയത്താണ് എന്താ താപനില മാറാതെ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു താപനിലയാണ് ജലത്തിന്റെ തിളനിലയെ നമ്മൾ പഠിച്ചു. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ജലത്തിന്റെ തിളനില നമുക്കൊരു തെർമോമീറ്റർ വെച്ച് എങ്ങനെയാണ് ജലത്തിന്റെ താപനില നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചുവടുരുണ്ട ഫ്ലാസ്ക് എടുക്കുക, ആ ഫ്ലാസ്കിലേക്ക് 1/4 ഭാഗം വെള്ളം ഒഴിക്കുക, എന്നിട്ട് അതിലേക്ക് ജലത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു തെർമോമീറ്റർ ക്രമീകരിക്കുക. അതിനുശേഷം അതിന്റെ ആ ഒരു റീഡിംഗ് രേഖപ്പെടുത്തുക. അതിനുശേഷം ഈ ഫ്ലാസ്കിലെ ജലത്തെ എന്ത് ചെയ്യണം, ചൂടാക്കണം. ചൂടാക്കിയതിനു ശേഷം ഇടയ്ക്കിടയ്ക്കിന്റെ താപനില നമ്മൾ നിശ്ചിത ഇടവേളയിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, താപനില സ്ഥിരമായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ സ്ഥിരമായി നിൽക്കുന്ന എപ്പോഴാണ്, താപനില മാറാതെ സ്ഥിരമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ജലത്തിന് എന്ത് സംഭവിക്കുന്നത്, ജലം തിളയ്ക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതാണ് ജലത്തിന്റെ തിളനില, അല്ലെങ്കിൽ ആ ഒരു താപനിലയാണ് ജലത്തിന്റെ തിളനില നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ജലത്തിന്റെ താപനില അല്ലെങ്കിൽ തിളനില നമ്മൾ തെർമോമീറ്ററുടെ സഹായത്തോടു കൂടി മനസ്സിലാക്കുക. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഒരു പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ജലം തിളച്ചു തുടങ്ങുന്ന മുതൽ അതിന് കൊടുക്കുന്ന താപം മുഴുവൻ അവസ്ഥാ മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് താപനില ഉയരാത്തത്. മനസ്സിലായോ? ജലം തിളച്ചു തുടങ്ങിക്കഴിഞ്ഞാല് പിന്നെ ആ തിളക്കിന് വേണ്ടിയിട്ട് ആവശ്യം താപം മുഴുവൻ ആ ഒരു അവസ്ഥ മാറണല്ലോ. തിളക്കുകയാണ്, ജലം തിളക്കുന്നു. അപ്പൊ അതിന് കൊടുക്കുന്ന താപം മുഴുവൻ അവസ്ഥാ മാറ്റത്തിനാണ് ഉപയോഗിക്കുകയാണ്. തിളച്ചെന്താ മാറുന്നത്, ബാഷ്പമായിട്ട് മാറുന്നു. ആ ഒരു അവസ്ഥാ മാറ്റത്തിന് താപം മുഴുവൻ കൊടുക്കുന്നതാണ് താപനില വ്യത്യാസമായിട്ട് താപനില അറ്റത്ത് ഉയർന്നു നിൽക്കുന്നത്. താപനില ഉയർന്നു നിൽക്കുന്ന കാരണം എന്താണ്, ഇത് മറ്റൊരു അവസ്ഥയിലേക്ക്, ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ താപം മുഴുവൻ ഇത് ഉപയോഗപ്പെടുത്തുന്നു. അതിനാണ് താപനില ഉയരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ ഇവിടെയാണ് ഈ ഒരു എന്താണ് എക്സ്പെരിമെന്റിൽ പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ തെർമോമീറ്ററുടെ സഹായത്തോടെ ജലത്തിന്റെ തിളനില എങ്ങനെ നമുക്ക് അളക്കാൻ സാധിക്കും എന്നുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുക്കുക. ടേക്ക് എ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, half fill three quarter means 1/4 അല്ലെ, 3/4 of water in this round bottom flask. Then arrange a thermometer in such a way that it is kept immersed in water inside the flask. ഫ്ലാസ്കിന്റെ അകത്ത് ഇമേഴ്സ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഒരു തെർമോമീറ്ററെ arrange a thermometer in such a way, ഏതുപോലെ, that it is kept immersed in a water inside the flask. വാട്ടറിന്റെ അകത്ത് ഇമേഴ്സ് ചെയ്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ, ആ ഫ്ലാസ്കിൽ ഇരിക്കുന്ന വാട്ടറിനകത്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തെർമോമീറ്ററിനെ arrange തെർമോമീറ്റർ in such a way that it is kept immersed in water inside the flask. കിട്ടിയോ? മനസ്സിലായോ? ഇനി record the initial reading. അപ്പൊ ആദ്യത്തെ ഇനീഷ്യൽ തെർമോമീറ്റർ റീഡിംഗ് നമ്മൾ എടുത്തു. രണ്ടാമത് ചെയ്തു, now heat the water in the flask. ഫ്ലാസ്കിലെ വെള്ളത്തെ ചൂടാക്കുന്നു. record the temperature at intervals of 10. പല ടൈം ഇന്റർവെല്ലിൽ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യാം. what temperature, what is the temperature which remains constant? ഇവിടെ കോൺസ്റ്റന്റ് വരുന്ന ടെമ്പറേച്ചർ ഏതാണ്? അപ്പൊ when does the temperature remains constant? എപ്പോഴാണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്നത്? ആ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്ന സമയം എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ്. അപ്പൊ എവിടെയാണോ ഈ മാക്സിമം ടെമ്പറേച്ചർ ഉപയോഗപ്പെടുത്തി ടെമ്പറേച്ചർ യൂട്ടിലൈസ് ചെയ്ത് അത് വാട്ടർ എന്തായിട്ട് മാറുന്നു, വേപ്പറായിട്ട് മാറുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ എന്താന്ന് വിളിക്കുന്നത്, അതിന്റെ തിളനിലയെന്ന് വിളിക്കുന്നു. അപ്പൊ എന്റെ മക്കൾക്ക് മനസ്സിലായോ? ഈ ഒരു എക്സ്പെരിമെന്റ് മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ അവിടെ നമുക്ക് മനസ്സിലാക്കി. അപ്പൊ നമ്മളിവിടെ ചോദ്യം എന്തായിരുന്നു, ജലത്തിന്റെ തിളനില തെർമോമീറ്റർ ഉപയോഗിച്ച് കണ്ടെത്തുന്ന പ്രവർത്തനമാണ് നമ്മൾ മനസ്സിലാക്കി. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്, സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിക്കണം. കാരണം നമുക്ക് ആവശ്യമുണ്ട് തീ ചൂടാക്കാൻ വേണ്ടി. പിന്നെ ജലം വേണം, നമുക്ക് ഏറ്റവും പ്രധാനം ജലമാണ് വേണ്ടത്. പിന്നെ നമ്മൾ എന്തെങ്കിലും ബീക്കർ എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലാസ്ക് എടുക്കുക. ഇനി നമുക്ക് എന്ത് വേണം, സ്പിരിറ്റ് ലാമ്പ്, തീ കത്തിക്കുന്ന വേണ്ടി സ്പിരിറ്റ് ലാമ്പ് ചൂടാക്കുന്നതിനാണ് അല്ലെ, ചൂടാക്കുന്ന സ്പിരിറ്റ് ലാമ്പ്, പിന്നെ ബീക്കർ വേണം, പിന്നെ അതുപോലെ തെർമോമീറ്റർ. ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് ജലം, സ്പിരിറ്റ് ലാമ്പ്, ബീക്കർ, തെർമോമീറ്റർ, ഈ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നിങ്ങൾ പ്രവർത്തനം ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
നമുക്ക് അടുത്ത മനസ്സിലാക്കേണ്ടത് ഈ ഒരു പാഠത്തിലെ നെക്സ്റ്റ് പഠിക്കാൻ എന്താണ് ജലമലിനീകരണം. എന്താണ് ജലമലിനീകരണം? ഇനി അത് തടയാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ അതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്താണ് ജലമലിനീകരണം, അതില്ലെങ്കിൽ അതിന് നമുക്ക് ഏതൊക്കെ രീതിയിൽ ജലമലിനീകരണത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ അടുത്ത മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതില് ആദ്യം മനസ്സിലാക്കേണ്ടത് ജലമലിനീകരണം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ജലമലിനീകരണം? വാട്ടർ പൊല്യൂഷൻ. അതായത് ജലമലിനീകരണത്തിന് കാരണമാകുന്ന വിവിധ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? അതെ, ജലസ്രോതസ്സുകളിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. ജലസ്രോതസ്സുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ജലമലിനീകരണത്തിന് പ്രധാനപ്പെട്ട കാരണമാണെന്ന് മനസ്സിലാക്കി. ജലമലിനീകരണം പ്രകൃതികൾക്കും അതുപോലെ ജീവജാലങ്ങൾക്കും ദോഷമാകുന്നു. അപ്പൊ എത്തരത്തിലാണ് ദോഷമാവുന്നത്? ഒന്നാമത്തത്, ജലമലിനീകരണത്തിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പുഴകളും അതുപോലെ എന്താണ് ജലസ്രോതസ്സുകളെല്ലാം മലിനീകരിക്കപ്പെടുന്നു. മനസ്സിലായി? ജലമലിനീകരണത്തിന്റെ ഫലമായിട്ട് ഈ പറഞ്ഞ ജലസ്രോതസ്സുകളെല്ലാം മലിനമാക്കപ്പെടുന്നു. രണ്ട്, അമിതമായ രാസപ്രയോഗം അല്ലെ രാസവള പ്രയോഗം. അമിതമായ രാസവള പ്രയോഗം എന്തിന് കാരണമാകുന്നു? ജലമലിനീകരണത്തിന് കാരണമാണ്. അതുപോലെ ഡിറ്റർജന്റുകളുടെ അമിതമായ ഉപയോഗം, അമിതമായ രാസവള പ്രയോഗം, അതുപോലെ ഡിറ്റർജന്റുകളുടെ അമിതമായ ഉപയോഗം. ഇനി ജലത്തിൽ അലിഞ്ഞു ചേരുന്ന കീടനാശിനി, ഇതെല്ലാം എന്തിന് കാരണമാകുന്നു? ജലമലിനീകരണത്തിന് കാരണമാണ്. ഇപ്പൊ എന്തൊക്കെയാണ്? ജലസ്രോതസ്സുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്, അമിതമായ രാസവള പ്രയോഗം, ഡിറ്റർജന്റുകളുടെ അമിത ഉപയോഗം, അതുപോലെ ജലത്തിൽ അലിഞ്ഞു ചേരുന്ന കീടനാശിനി, ഇതെല്ലാം എന്തിന് കാരണമാകുന്നു? ജലസ്രോതസ്സുകളുടെ മലിനീകരണത്തിന് കാരണമാണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇതിനെ മറികടക്കാൻ വേണ്ടി ചില മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് ജലമലിനീകരണം അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷനുള്ള റീസൺസ് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു എന്താണ്? ജലസ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? നമ്മൾ ജലസ്രോതസ്സുകളില് വേസ്റ്റ് ഡംപ് ചെയ്യുന്നു, ഡംപിങ് ഓഫ് വേസ്റ്റ് വാട്ടർ റിസോഴ്സസ്. രണ്ട്, എന്താണ്? അമിത രാസവള പ്രയോഗം, ഫെർട്ടിലൈസേഴ്സ് റാമ്പന്റ് അല്ലെങ്കിൽ വൈഡ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന അമിത രാസവള പ്രയോഗം. അതിൽ ഡിറ്റർജന്റുകളുടെ അമിത ഉപയോഗം, ദാറ്റ് ഈസ് എക്സസീവ് യൂസ് ഓഫ് ഡിറ്റർജൻസ്. എക്സസ് ആയിട്ട് ഡിറ്റർജൻസ് ഉപയോഗിക്കുന്നു, എക്സസീവ് യൂസ് ഓഫ് ഡിറ്റർജൻസ്. ഇനി ജലത്തിൽ അലിഞ്ഞു ചേരുന്ന കീടനാശികൾ, എന്താണ്? ദോസ് ഇൻസെക്ടിസൈഡ്സ് ഗെറ്റിംഗ് മിക്സ്ഡ് വിത്ത് വാട്ടർ. ഇൻസെക്ടിസൈഡ്സ് കീടനാശികൾ വെള്ളത്തിലോട് മിക്സ് ചെയ്ത സമയത്ത് എന്ത് സംഭവിക്കും? ആ ജലസ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നു. അതോടൊപ്പം അതിൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങളെല്ലാം നശിച്ചു പോവുകയും ചെയ്യും. അപ്പൊ അത്രയാണ് നമ്മൾ ജലമലിനീകരണം വാട്ടർ പൊല്യൂഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഡംപിങ് ഓഫ് വേസ്റ്റ് ഇൻ വാട്ടർ റിസോഴ്സസ്. രണ്ട്, റാമ്പന്റ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. മൂന്ന്, എക്സസീവ് യൂസ് ഓഫ് ഡിറ്റർജൻസ്. നാല്, ഇൻസെക്ടിസൈഡ്സ് ഗെറ്റിംഗ് മിക്സ്ഡ് വിത്ത് വാട്ടർ. ഇനി ഇങ്ങനെ മലിനീകരിക്കപ്പെട്ടാൽ അതിന് മാർഗങ്ങളുണ്ടല്ലേ? അതിന് മലിനീകരണം തടയാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കിയപ്പോൾ അത് പ്രധാനമായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതാണ്. അപ്പൊ മലിനീകരണം എന്താണെന്ന് മനസ്സിലാക്കി, എന്നാൽ മലിനീകരണം തടയാനുള്ള പ്രധാന മാർഗങ്ങൾ എന്ത് തന്നെയായിരിക്കും? ഇത് നമ്മൾ മാറ്റി അങ്ങോട്ട് എഴുതിയാൽ മതി, വേറെ ഒന്നുമില്ല. എന്താണ്? നമ്മൾ ഡംപിങ് ഓഫ് വേസ്റ്റ് വാട്ടർ റിസോഴ്സ്, അവിടെ എന്താ? ഡംപ് ചെയ്യാതിരിക്കുക, അതിനെ മാലിന്യങ്ങളെ സംസ്കരിക്കുക. എന്താണ്? മാലിന്യങ്ങളെ സംസ്കരിക്കുക. രണ്ടത്, പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആണ് മാലിന്യ സംസ്കരണം. പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് എന്ന് മാലിന്യ സംസ്കരണം. രണ്ട്, പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുക. എന്താണ്? റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുക. ഇനി ജലസംരക്ഷണ മാർഗങ്ങൾ ഉറപ്പാക്കുക. ജലസംരക്ഷണ മാർഗങ്ങൾ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ് ഷുഡ് ബി മെയിൻറ്റെയിൻ അല്ലെ? വാട്ടർ റിസോഴ്സസിന് പ്രൊട്ടക്ഷൻ നടത്തുക. ഇനി കൃഷിയിടങ്ങളിൽ രാസവസ്തുക്കളുടെ അളവ് നിയന്ത്രിക്കുക. സോ എന്താണ്? റെഡ്യൂസ് ദ യൂസ് ഓഫ് കെമിക്കൽസ് ഇൻ ഫാംസ് അല്ലെങ്കിൽ ഫീൽഡ്സ്. റെഡ്യൂസ് ദ യൂസ് ഓഫ് കെമിക്കൽസ് ഇൻ ഫീൽഡ്സ് അല്ലെ? കൃഷിയിടങ്ങളിൽ രാസവളങ്ങളുടെ അളവ് നിയന്ത്രിക്കുക. ഇനി ജലസ്രോതസ്സുകളിലെ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ, നേരത്തെ പറഞ്ഞ ഡംപിങ് ഓഫ് വേസ്റ്റ് ഇൻ വാട്ടർ റിസോഴ്സ്, അവോയ്ഡ് ഡംപിങ് ഓഫ് വേസ്റ്റ് ഇൻ വാട്ടർ റിസോഴ്സ്. അടുത്ത, വ്യാവസായിക മാലിന്യ ശാസ്ത്രീയമായ സംസ്കരണം നടത്തുക. സോ എന്താണ് അവിടെ? പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ വ്യാവസായ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണം നടത്തുക. അപ്പൊ എന്താ മക്കളെ ജലമാലിന്യം തടയാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ? ഒന്ന്, മാലിന്യ സംസ്കരണം അല്ലെ? മാലിന്യ നമ്മൾ എന്ത് ചെയ്യുക? ഈ വേസ്റ്റുകളൊന്നും വാരി വലിച്ച് നമ്മളെ ജലസ്രോതസ്സുകൾ നിക്ഷേപിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മാലിന്യത്തെ സംസ്കരിക്കണം. പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഒന്നാമത്തെ കാര്യം. അടുത്ത എന്താണ്? പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുക അല്ലെ? പ്ലാസ്റ്റിക് മാലിന്യത്തിന് എന്ത് ചെയ്യണം? നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക. പ്ലാസ്റ്റിക് മാലിന്യം എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ സാധിക്കും. അടുത്ത, ജലസംരക്ഷണ മാർഗങ്ങൾ ഉറപ്പുവരുത്തുക. ജലസംരക്ഷണം നമ്മൾ എന്തൊക്കെ ചെയ്യാം? അത് നമ്മൾ ആദ്യം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്?
അടുത്ത കൃഷി, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഈ ജലസംരക്ഷണ മാർഗങ്ങൾ ശരിയായ തോതിൽ നടക്കുന്നുണ്ടോ അതാണെന്നുള്ള ഒരു ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം. രണ്ടാമത് കൃഷിയിടങ്ങിയ രാസവസ്തുക്കളുടെ അളവ് നിയന്ത്രിക്കുക. റെഡ്യൂസ് ദ യൂസ് ഓഫ് കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഇൻ ഫീൽഡ്സ്. അതായത് കൃഷിയിടങ്ങിയ രാസവളത്തിന്റെ ഉപയോഗം കുറയ്ക്കുക. അടുത്ത ജലസ്രോതസ്സുകളിലേക്ക് മാലിന്യം വലിച്ചെറിയാതിരിക്കുക. അപ്പൊ ജലസ്രോതസ്സുകളിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കുക. ഈ വ്യവസായ മാലിന്യങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരണം നടത്തുക. ഇത്രയാണ് നമ്മൾ ജലമലിനീകരണം തമ്മിലുള്ള പ്രധാന മാർഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയത്. പിടികിട്ടിയ മക്കളെ? അപ്പൊ ജലം എന്ന പാഠഭാഗത്തിൽ പ്രധാനം പഠിക്കേണ്ട എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? ഒരു ഐഡിയ കിട്ടി നിങ്ങൾക്ക്? ക്ലിയർ ആയോ? അപ്പൊ ഇത് പരീക്ഷയ്ക്ക് മാക്സിമം പഠിച്ചു വെക്കുക. ഇതിനൊരു ചോദ്യം എന്തായാലും ഒന്നല്ല എത്ര ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചു തന്നെ ഇരിക്കണം. അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ, മറ്റൊരു ചാപ്റ്ററിലോട്ട് പോവാം. മറ്റൊരു ചാപ്റ്ററാണ് ഫൈബറും പ്ലാസ്റ്റിക്കും. എന്താണ് ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും? ഈ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാറുള്ളത്? നമുക്ക് എന്താണ് പോളിമറുകൾ, അല്ലെങ്കിൽ എന്താണ് ഈ പോളിമറുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെ? അതിന് എന്താണ് ആർട്ടിഫിഷ്യൽ ഉണ്ട്, അതിന് മാനുവൽ പ്രകൃതി ദത്തമായ പോളിമറുകളുണ്ട്, അതുപോലെ എന്താണ് മനുഷ്യനിർമ്മിതമായ പോളിമറുകളുണ്ട്. അതിനെ കുറിച്ചൊക്കെ എന്തൊക്കെയാണ് അതിന്റെ ഉദാഹരണങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ അതിലെ കുറച്ച് കാര്യങ്ങൾ ആ ഒരു പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പോവാം. അപ്പൊ എന്താണെന്ന് നോക്കാം, നമുക്ക് പാഠം പഠിക്കാം. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ കുറച്ചു നേരം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചു നേരം വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടൊക്കെ വരാം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലേ? അപ്പൊ നമുക്ക് അടുത്ത പാഠത്തിലോട്ട് കടക്കാലോ. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നതാണ് പോളിമറുകൾ, അല്ലെ? ഫൈബറും പ്ലാസ്റ്റിക്കുകളിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പോളിമറുകൾ എന്താണെന്നാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാമല്ലേ, എന്താണ് പോളിമർ? എന്താണ് പോളിമറുകള്? പോളിമറുകൾ എന്ന് പറയുന്നത് അനേകം ലഘു തന്മാത്രകൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ് പോളിമർ എന്ന് പറയുന്നത്? എന്താണ് അതായത് ലഘു തന്മാത്രകൾ, അല്ലെങ്കിൽ ലഘുവായെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ചേർന്ന് എന്താണ് കോമ്പൗണ്ട് മോളിക്യൂൾസ് പോകും. അതായത് ലഘു തന്മാത്രകൾ ചേർന്ന് അനേകം ലഘു തന്മാത്രകൾ, ആ ലഘു തന്മാത്രകൾ എന്ത് പേര് വിളിക്കുന്ന? മോണോമേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ലഘു തന്മാത്രകൾ ചേർന്ന് ഉണ്ടാകുന്ന ബൃഹത് തന്മാത്രകളെ എന്താണ് വിളിക്കുന്നത്? പോളിമറുകൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ അമിനോ ആസിഡിനെ എടുക്കാം. അപ്പൊ അമിനോ ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? അമിനോ ആസിഡ് എന്ന് പറയുന്നത് മോണോമറുകൾക്ക് ഉദാഹരണമാണ്. അപ്പം അമിനോ ആസിഡ് എന്ന് പറയുന്നത് മോണോമറുകൾക്ക് ഉദാഹരണം. അതായത് ഈ അമിനോ ആസിഡുകൾ അനേകം ചേർന്നാണ് എന്തുണ്ടാകുന്നത്? പ്രോട്ടീൻ ഉണ്ടാകുന്നത് മനസ്സിലാക്കാം. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം മക്കളെ, എന്താണ് പോളിമേഴ്സ് നമുക്ക് നോക്കാം. സിമ്പിൾ മോളിക്യൂൾസുകൾ ചേർന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? മാക്രോ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. അപ്പൊ സിമ്പിൾ മോളിക്യൂൾസ് ജോയിൻ ചെയ്ത് എന്തുണ്ടാകുന്നു? മാക്രോ മോളിക്യൂൾസ് ഉണ്ടാകുന്നു. അപ്പൊ എന്താണ് മാക്രോ മോളിക്യൂൾസ്? മാക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പോളിമേഴ്സ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താണ്? polymers are macromolecules formed with a combination of large number of simple molecules. അപ്പൊ സിമ്പിൾ മോളിക്യൂൾസ് ചേർന്ന് മാക്രോ മോളിക്യൂൾസ് ഉണ്ടാകുന്നു. അതായത് ലഘു തന്മാത്രകൾ ചേർന്ന് ബൃഹത് തന്മാത്രകൾ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഒരു ലഘു തന്മാത്രയാണ്. ആ ലഘു തന്മാത്ര കുറെ അമിനോ ആസിഡ് ലഘു തന്മാത്രകൾ ചേർന്നാണ് പ്രോട്ടീൻ എന്ന ബൃഹത് തന്മാത്ര അല്ലെങ്കിൽ പോളിമർ ഉണ്ടാകുന്നത് മനസ്സിലാക്കി വെക്കാം. ഇനി അതുപോലെ തന്നെ നിരവധി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ മോളിക്യൂൾ എന്താ? ലഘു തന്മാത്രകളാണ്. ഗ്ലൂക്കോസിന്റെ നിരവധി ലഘു തന്മാത്രകൾ ചേർന്നാണ് ബൃഹത് തന്മാത്ര പോളിമറായ അന്നജം അഥവാ സ്റ്റാർച്ച് ഉണ്ടാകുന്നത് ഓർത്തു വയ്ക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ. സിമ്പിൾ മോളിക്യൂൾസ് ചേർന്നാണ് മാക്രോ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ്? മോണോമേഴ്സ്. സിമ്പിൾ മോളിക്യൂൾസ് എന്ന് വിളിക്കാം മോണോമേഴ്സ്. അങ്ങനെ കുറെ മോണോമേഴ്സ് ചേർന്നാണ് മാക്രോ മോളിക്യൂളായ പോളിമർ ഉണ്ടാകുന്നത്. Polymers are macromolecules formed by the combination of large number of simple molecules അല്ലെങ്കിൽ monomers. മനസ്സിലായോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? പോളിമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അനേകം ലഘു തന്മാത്രകൾ ചേർന്നുണ്ടാകുന്ന ബൃഹത് തന്മാത്രയാണ് എന്ത് വിളിക്കുന്നത്? പോളിമറുകൾ എന്ന് വിളിക്കുന്നത്. അല്ലെ? അനേകം ലഘു തന്മാത്രകൾ അല്ലെങ്കിൽ സിമ്പിൾ മോളിക്യൂൾസിനെ മോണോമേഴ്സ് ചേർന്നുണ്ടാകുന്ന ബൃഹത് തന്മാത്രകൾ മാക്രോ മോളിക്യൂൾസിനെ എന്ത് വിളിക്കുന്ന? പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. കുട്ടിയോ മക്കളെ മനസ്സിലായോ? അപ്പൊ ലഘു തന്മാത്രകൾക്ക് ഉദാഹരണം നമുക്ക് അമിനോ ആസിഡ് എടുക്കാം. അമിനോ ആസിഡിന് അനേകം ലഘു തന്മാത്രകൾ ചേർന്നാണ് പ്രോട്ടീൻ ബൃഹത് തന്മാത്ര അല്ലെങ്കിൽ പോളിമർ ഉണ്ടാകുന്നത് മനസ്സിലാക്കുക. അതുപോലെ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ലഘു തന്മാത്രകൾ ചേർന്ന് അനേകം ലഘു തന്മാത്രകൾ ചേർന്ന് ഗ്ലൂക്കോസിന്റെ മോണോമേഴ്സ് ചേർന്നാണ് പോളിമറായ സ്റ്റാർച്ച് എന്ന് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അന്നജം ഉണ്ടാകുന്നതിന് ഓർത്തു വയ്ക്കും. അപ്പൊ എന്റെ മക്കൾക്ക് പോളിമർ എന്താണ്, മോണോമർ എന്താണെന്ന് ക്ലിയർ ആയോ? അപ്പൊ ലഘു തന്മാത്രകളെയാണ് മോണോമേഴ്സ് വരയ്ക്കുന്നത്. ആ മോണോമേഴ്സ് കുറെ എണ്ണം ചേർന്നാണ് എന്തുണ്ടാകുന്നത്? ബൃഹത് തന്മാത്ര പോളിമർ ഉണ്ടാകുന്ന ഓർത്തു വയ്ക്കുക. അപ്പൊ അതിന് നമുക്ക് ഉദാഹരണമാണ് ഗ്ലൂക്കോസ് തന്മാത്രകൾ ചേർന്ന് എന്തുണ്ടാകുന്നു? അന്നജം സ്റ്റാർച്ച് ഉണ്ടാകുന്നു.
ഇനി എന്താണ് അമിനോ ആസിഡ് തന്മാത്രകൾ ചേർന്ന് എന്തുണ്ടാകുന്നു? പ്രോട്ടീൻ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ മോണോമർക്ക് ഉദാഹരണം ചോദിക്കാൻ നമുക്ക് ഏതൊക്കെ പറയാം? ഗ്ലൂക്കോസും അമിനോ ആസിഡാണ് മോണോമർക്ക് ഉദാഹരണം. ഈ പോളിമർക്ക് ഉദാഹരണമാണെങ്കിലോ അന്നജവും പ്രോട്ടീനുമാണ് പോളിമറുകൾക്ക് ഉദാഹരണമെന്ന് ഓർത്തു വയ്ക്കാം. ഈ പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിനനുസരിച്ച് ഫിസിക്കൽ നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫിസിക്കൽ നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ പോളിമറുകളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചു. പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നോക്കി മക്കളെ, നമ്മൾ പറഞ്ഞു ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പോളിമറുകളെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ അല്ലെ. ഫിസിക്കൽ നേച്ചർ, ബേസ്ഡ് ഓൺ ഫിസിക്കൽ നേച്ചർ polymers can be classified into 3: fiber, plastic and rubber. ഈ ഫൈബർ എന്ന് പറയുന്നത് ഫൈബർ എന്ന് പറഞ്ഞാൽ ബലമുള്ള നൂല് നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറുകളാണ് ഫൈബർ എന്ന് പറയുന്നത്. ഫൈബർ ഇസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചർ ഓഫ് സ്ട്രോങ് ത്രെഡ്. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ ആണ് ഏത്? ഫൈബർ എന്ന് ഓർത്തു വെക്കുക. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യ പോളിമർ ഏതാണെന്ന് വെച്ചാൽ ഏതാ മക്കളെ? ഫൈബർ ആണെന്ന് ഓർത്തു വെക്കാം. അടുത്തത് പ്ലാസ്റ്റിക്. നമുക്കറിയാം പ്ലാസ്റ്റിക് ഏത് ഷേപ്പിലുള്ള സാധനമായിട്ട് മാറ്റാൻ സാധിക്കും അല്ലെ. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമർ ആണ് പ്ലാസ്റ്റിക്. അപ്പൊ വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമർ ഏതാണെന്ന് വെച്ചാൽ അത് പ്ലാസ്റ്റിക് ആണെന്ന് ഓർത്ത് വെക്കുക അല്ലെ. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോളിമർ വിച്ച് ക്യാൻ ബി മോൾഡഡ് ഇൻടു എനി ഷേപ്പ്. ഏത് ഷേപ്പിലായിട്ട് മോൾഡ് ചെയ്യാൻ പറ്റും, വാർത്തെടുക്കാൻ സാധിക്കുന്ന ഏത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു പോളിമർ ആണ്. വിവിധ രൂപത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു പോളിമർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത റബ്ബർ ആണ്. റബ്ബർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എൻ ഇലാസ്റ്റിക് പോളിമർ. അതൊരു ഇലാസ്റ്റിക സ്വഭാവം കാണിക്കുന്ന ഒരു പോളിമർ ആണെന്ന് കൂടെ ഓർത്തുവെക്കുക. റബ്ബർ എന്ന് പറയുന്നത് ഇലാസ്റ്റിക സ്വഭാവമുള്ള പോളിമർ ആണെന്ന് ഓർത്തുവെക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിന് അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിച്ച് ഏതാ മക്കളെ? ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ അല്ലെ. അപ്പൊ പോളിമേഴ്സ് ബേസ്ഡ് ഓൺ ഫിസിക്കൽ നേച്ചർ പോളിമേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3: ഫൈബർ, പ്ലാസ്റ്റിക് ആൻഡ് റബ്ബർ. ഇതില് ഇലാസ്റ്റിക് പോളിമർ എന്ന് പറഞ്ഞാൽ ഏതാ? അല്ലെങ്കിൽ വിച്ച് ഇസ് എൻ ഇലാസ്റ്റിക് പോളിമർ? ഏതാ? റബ്ബർ ആണ്. ഇനി മനസ്സിലാക്കേണ്ടത് വിച്ച് പോളിമർ ഇസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സ്ട്രോങ് ത്രെഡ്സ്. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ ഏതാ മക്കളെ? ഏതാ? ഫൈബർ ആണ് അല്ലെ. ഫൈബർ ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിച്ച് പോളിമർ ക്യാൻ ബി മോൾഡഡ് ഇൻ ഡിഫറെന്റ് ഷേപ്സ്. പല ഷേപ്പിൽ അല്ലെങ്കിൽ വിവിധ രൂപത്തിൽ വാർത്തെടുക്കേണ്ട പോളിമർ ഏതാ മക്കളെ? പ്ലാസ്റ്റിക്. അപ്പൊ കിട്ടിയോ? ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് വിവിധതരം പോളിമറുകളെ കുറിച്ച്, എന്താണ് വിവിധതരം ഫൈബറുകളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് പോളിമറെ കുറിച്ച് മനസ്സിലാക്കി. പോളിമർ നേച്ചർ അല്ലെങ്കിൽ ഭൗതിക സ്വഭാവം മൂന്നായി തരംതിരിച്ചു പറഞ്ഞു. ഇനി ഇവിടെ നമ്മള് ഫൈബറിനെ കുറിച്ചാണ് വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അതില് നാച്ചുറൽ ഫൈബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മാൻമെയ്ഡ് ഫൈബേഴ്സ് ഉണ്ട്, സിന്തറ്റിക് ഫൈബേഴ്സ് ഉണ്ട്. അപ്പൊ ഫൈബേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോളിമർ ആണ് അല്ലെ. ആ പോളിമർ ആണ് എന്ത്? സ്ട്രോങ് ആയിട്ടുള്ള ത്രെഡ്സ് അല്ലെങ്കിൽ എന്താണ് ബലമുള്ള നൂല് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ ഏതാ വെച്ചാൽ ഫൈബർ ആണ്. ഈ ഫൈബറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആ ഫൈബർ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഏതാണ്? മനുഷ്യ നിർമ്മിത ഫൈബറുകളുണ്ട്. അതുപോലെ എന്താണ് ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ പഠിച്ചതാണ് നാച്ചുറൽ ഫൈബർ ഉണ്ട്, അതുപോലെ മനുഷ്യ നിർമ്മിത ഫൈബർ ഉണ്ട്. അപ്പൊ ആ മനുഷ്യ നിർമ്മിത ഫൈബർ ഏതൊക്കെയാണ്, നാച്ചുറൽ ഫൈബേഴ്സ് ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നോക്കിയ മക്കളെ അപ്പൊ മനസ്സിലാക്കേണ്ടത് ഫൈബറിൽ പ്രധാനമായിട്ട് നമുക്ക് അറിയാവുന്ന പ്രകൃതിദത്ത ഫൈബറുകളുണ്ട്, അതുപോലെ മനുഷ്യ നിർമ്മിത ഫൈബറുണ്ട്. അപ്പൊ പ്രകൃതിദത്ത ഫൈബറുകൾ പ്രകൃതി നമുക്ക് നേരിട്ട് ലഭിക്കുന്നതാണ്. ഏതൊക്കെയാണ്? കോട്ടൺ, സിൽക്ക് മുതലായവയൊക്കെയാണ് പ്രകൃതിദത്ത ഫൈബറുകൾക്ക് ഉദാഹരണം മനസ്സിലാക്കാം. ഇനി അതുപോലെ തന്നെ എന്താണ്? ഇതുപോലെ തന്നെ വസ്ത്ര നിർമ്മാണത്തിന് എന്താണ് മനുഷ്യ നിർമ്മിത ഫൈബറുകളും ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നൈലോൺ, അതുപോലെ ടെറിലിൻ. നൈലോണും ടെറിലിനും എന്താണ്? മാൻമെയ്ഡ് അല്ലെങ്കിൽ സിന്തറ്റിക് ഫൈബേഴ്സ് അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിത ഫൈബറുകൾ എന്ന് ഉദാഹരണമാണ് നൈലോണും ടെറിലിനും. മനസ്സിലായോ? അപ്പൊ ഫൈബർ എന്താണ് ഉപയോഗപ്പെടുത്തുന്നത് മനസ്സിലായല്ലോ. അപ്പൊ പ്രകൃതിദത്ത ഫൈബറുകൾക്ക് ഉദാഹരണമാണ് കോട്ടണും സിൽക്കും. ഇനി അതുപോലെ തന്നെ എന്താണ് മനുഷ്യ നിർമ്മിത ഫൈബറുകൾ ആണെങ്കിൽ മാൻമെയ്ഡ് സിന്തറ്റിക് ഫൈബേഴ്സ് ഉണ്ട്. അതിന് ഉദാഹരണം ഏതൊക്കെയാണ് മക്കളെ? നൈലോണും ടെറിലിനുമാണെന്ന് ഓർത്തു വെക്കാം. ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ? അതായത് പ്രകൃതിദത്ത ഫൈബറുകളും അതുപോലെ തന്നെ മനുഷ്യ നിർമ്മിത ഫൈബറുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രകൃതിദത്ത പോളിമറുകളും മെച്ചങ്ങളും പരിമിതികളും ആദ്യം കുറിച്ച്. പ്രകൃതിദത്ത പോളിമറുകളുടെ മെച്ചങ്ങളും അതിന് പരിമിതികളും. മെച്ചങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ പരിമിതികളും നമ്മൾ മനസ്സിലാക്കി പോവാം. ഒന്ന്, അവ ധരിക്കാൻ സുഖപ്രദമാണ്. ഇപ്പൊ പ്രകൃതിദത്ത ഫൈബറുകൾ എന്ന് പറഞ്ഞാൽ കോട്ടൺ, സിൽക്ക് അല്ലെ. അവ എങ്ങനെയാണ്? ധരിക്കാൻ നല്ല സുഖമുള്ളതാണ്. ഇനി ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമാണ്, ധരിക്കാൻ സുഖമാണ്, അതുപോലെ ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമാണ്. ഇനി വായു സഞ്ചാരം കൂടുതലാണ് അല്ലെ. വായു സഞ്ചാരം കൂടുതലുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ധരിക്കാൻ സുഖപ്രദമാണെന്ന് പറഞ്ഞത് അല്ലെ. നമുക്ക് എടുക്കാം എന്താണ്? കോട്ടൺ വസ്ത്രങ്ങൾ എടുക്കാം. എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ സിൽക്ക് എങ്ങനെ ഇരിക്കും?
ധരിക്കാൻ നല്ല സുഖപ്രദമാണ് അല്ലെ. അതിൽ എന്താണ് വായു സഞ്ചാരം കൂടുതലാണ് വെക്കും. പിന്നെ അവ ഏത് കാലാവസ്ഥ നമുക്ക് അനുയോജ്യമാണ്. ഇനി ജലാംശം ആഗിരണം കഴിവ് കൂടുതലാണ്. അപ്പൊ എന്താണ് ജലാംശം ആഗിരണം കഴിവ് ഏതിന് കൂടുതലായിരിക്കും? പ്രകൃതിദത്ത ഫൈബറുകൾക്ക് പ്രകൃതിദത്ത പോളിമറുകൾ കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കും. അപ്പൊ ഫൈബർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പോളിമറുകളാണ്. അപ്പൊ പ്രകൃതിദത്ത പോളിമർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? നാച്ചുറൽ ഫൈബർ തന്നെയാണ്. മനസ്സിലായി? അപ്പൊ ഫൈബറുകൾ എന്ന് പറയുന്നത് പോളിമറുകൾ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിൽ ഒന്നെയാണ് ഫൈബർ അല്ലെ. അപ്പൊ പ്രകൃതിദത്ത പോളിമറുകളുടെ സവിശേഷത എന്തൊക്കെയാണ്? ധരിക്കാൻ സുഖപ്രദമാണ്. ഇനി സുഖപ്രദമാണെന്ന് പറയാൻ കാരണം എന്താണ്? ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമാണ്. അതുപോലെ വായു സഞ്ചാരം കൂടുതലാണ്. പിന്നെ ജലാംശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവും കൂടുതലാക്കൊണ്ട് ഫൈബറിനുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. എന്ത് ഫൈബർ? പ്രകൃതിദത്ത ഫൈബർ അല്ലെങ്കിൽ പ്രകൃതിദത്ത പോളിമർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിന്റെ പരിമിതികൾ നോക്കാം. ഇതൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ അല്ലെ. ഇതിന്റെ പരിമിതി എന്താണ്? ഇത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുമ്പോൾ അതിന്റെ അളവ് വളരെ കുറവാണ്. അപ്പൊ ലഭ്യത കുറവ്, അതാണ് ലഭിക്കാനുള്ള കുറവ്. അപ്പൊ ലഭ്യത കുറവ് അതാണ് അതിന്റെ ഒരു പരിമിതി. രണ്ട്, വില കൂടുതലാണ്. അപ്പൊ ലഭ്യത കുറവായിട്ട് സ്വാഭാവികമായിട്ട് അതിന് എന്തായിരിക്കും? വില ഉള്ളതിന് നല്ല വിലയായിരിക്കും, വില കൂടുതൽ. അടുത്ത എന്താണ്? കൂടുതൽ കാലം ഉപയോഗിക്കാൻ കഴിയില്ല. അത് പെട്ടെന്ന് എന്ത് ചെയ്യും? അത് നശിച്ചു പോകും. അത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നില്ല. അപ്പൊ അതിന് കൂടുതൽ കാലം ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി നിറം മങ്ങുന്നു. അതിന്റെ നിറം നമ്മൾ കുറെ ദിവസം നമ്മൾ കോട്ടൺ വസ്ത്രങ്ങൾക്ക് നിറം എന്ത് ചെയ്യുന്നത്? മങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? കൂടുതൽ കാലം ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? നിറം മങ്ങുന്നു അല്ലെ. അതൊക്കെയാണ് അതിന്റെ പരിമിതികളെന്ന് ഓർത്തു വെക്കുക. എന്താ മക്കളെ? അപ്പം നമ്മൾ ഗുണങ്ങൾ പഠിക്കുന്നുണ്ട്, പരിമിതികളും പഠിക്കുക. എന്താണ് പ്രകൃതിദത്ത പോളിമറുകളുടെ പരിമിതികൾ? ലഭ്യത കുറവ്, ലഭിക്കുന്ന കുറവായിട്ട് കുറച്ചായിട്ട് നമുക്ക് ലഭിക്കുള്ളൂ. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതുണ്ട്. ഇനി ലഭ്യത കുറവായിട്ട് വില കൂടുതലായിരിക്കും അല്ലെ. ഇനി കൂടുതൽ കാലം ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാ? അതിന്റെ നിറമൊക്കെ മങ്ങുന്നത്, പഴകുന്നു. അപ്പൊ കൂടുതൽ കാലം ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതൊക്കെയാണ് പരിമിതികൾ. ഇനി അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്തു? മനുഷ്യനിർമ്മിത പോളിമറുകൾ ഉണ്ടാക്കി. അപ്പൊ മനുഷ്യനിർമ്മിത പോളിമറുകളുടെ മെച്ചങ്ങളും പരിമിതി നമ്മൾ പറഞ്ഞു. നൈലോൺ, ടെർലിനൊക്കെ മനുഷ്യനിർമ്മിത പോളിമർക്ക് ഫൈബറുകൾക്ക് ഉദാഹരണമാണെന്ന് പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞു വില കൂടുതൽ ആണ് എവിടെ? പ്രകൃതിദത്ത പോളിമറുകൾ. എന്നാൽ ഇവിടെയോ ഇവ ലഭ്യത കൂടുതലാണ്. ഇത് ധാരാളമായിട്ട് ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ ഇതിന് വില കുറവാണ്. ഇനി കൂടുതൽ കാലം ഈട് നിൽക്കും. എന്താ? എളുപ്പത്തിൽ ചുളിവുകളൊന്നും ഉണ്ടാകുന്നില്ല. ഇനി നനഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങുന്നു. നനഞ്ഞാൽ എന്ത് ചെയ്യുന്നു? വേഗത്തിൽ ഉണങ്ങുന്നു. മറ്റേതാണെങ്കിലോ അല്ലെങ്കിൽ ജലത്തെ വേഗം ആഗിരണം ചെയ്യുന്നവയാണ്. എന്നാൽ എന്താണ്? മാൻ മെയ്ഡ് സിന്തറ്റിക് ഫൈബേഴ്സ് നനഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങുന്നു. ഇനി അതിന്റെ പരിമിതികൾ പറയാം. വായു സഞ്ചാരം കുറവാണ്. ഇനി എന്താണ്? ജലത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവും കുറവാണ് അല്ലെ. നനഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങുന്നത് എന്തുകൊണ്ടാണ്? ജലത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവിന് കുറവാണ്. ഇനി വായു സഞ്ചാരം കുറവാണ്. ഇനി ചൂടുള്ള കാലാവസ്ഥയ്ക്ക് ഇത് യോജ്യമല്ല. അപ്പൊ മറ്റത് എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിരുന്നു. എന്നാൽ എന്താണ്? സിന്തറ്റിക് അല്ലെങ്കിൽ മാൻമെയ്ഡ് മനുഷ്യനിർമ്മിത പോളിമറുകൾ എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമല്ല. അടുത്ത, തീ പിടിക്കാനുള്ള പ്രവണത കൂടുതലാണ്. തീ പിടിക്കാനുള്ള പ്രവണത ഏതിന് കൂടുതലാണ്? സിന്തറ്റിക് അല്ലെങ്കിൽ മാൻമെയ്ഡ് എങ്കിൽ എന്താണ്? മനുഷ്യനിർമ്മിത പോളിമർ കൂടുതലാണ്. എന്നാൽ പ്രകൃതിദത്ത പോളിമർക്ക് തീ പിടിക്കാനുള്ള സാധ്യത കുറവാണെന്ന് കൂടെ ഓർത്തു വെക്കുക. ഇത്രയും മനസ്സിലായോ? ഇത്രയാണ് നമ്മൾ എന്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്? പ്രകൃതിദത്ത പോളിമറുകളും അതുപോലെ തന്നെ മനുഷ്യനിർമ്മിത പോളിമറുകളും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കിയതാണ്. ഒന്ന് മനസ്സിലാക്കിയ എന്താണ്? അവയ്ക്ക് ഫസ്റ്റ് മനസ്സിലാക്കി ധരിക്കാൻ സുഖപ്രദമാണ്. ഈസി അല്ലെങ്കിൽ കംഫോർട്ടബിൾ ടു വിയർ, കംഫോർട്ടബിൾ ടു വിയർ. ഇനി ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമാണ്. സ്യൂട്ടബിൾ ഫോർ ഓൾ ക്ലൈമറ്റ്സ്. ഇനി വായു സഞ്ചാരം കൂടുതൽ, ഹൈ എയറേഷൻ വായു സഞ്ചാരം കൂടുതലാണ്. അടുത്ത, ജലാംശം ആഗിരണം ചെയ്യാനുള്ള കഴിവ് കൂടുതൽ. എന്താണ്? ഈസിലി അബ്സോർബ് വാട്ടർ, ഈസിലി അബ്സോർബ്സ് വാട്ടർ. അബ്സോർപ്ഷൻ വാട്ടർ ഈസ് ഗ്രേറ്റർ അല്ലെങ്കിൽ ഈസിലി അബ്സോർബ്സ് വാട്ടർ. ഇനി തീ പിടിക്കാനുള്ള പ്രവണത കുറവാണ്. അപ്പൊ എന്താണ്? ലെസ് ഇൻഫ്ലേമബിൾ, ലോ ഇൻഫ്ലേമബിലിറ്റി. മനസ്സിലാവും? തീ പിടിക്കാനുള്ള പ്രവണത കുറവാണ്. ഇനി അതിന്റെ ലഭ്യത, അതിന്റെ പരിമിതി, അതിന്റെ ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ ലഭ്യത കുറവ് അല്ലെ. ലഭ്യത കുറവ്, അതുപോലെ വില കൂടുതൽ. എന്താണ് ലഭ്യത കുറവെന്ന് പറയുന്നത്? എന്താണ്? ലെസ് അവൈലബിൾ. അടുത്ത, വില കൂടുതലിന് കോസ്റ്റ്ലി ആണ്. കൂടുതൽ കാലം ഉപയോഗിക്കാൻ കഴിയില്ല. നോട്ട് ഏബിൾ ടു അല്ലെങ്കിൽ നോട്ട് ഫോർ ലോങ്ങർ യൂസിന് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോങ്ങർ യൂസ്. അടുത്ത, നിറം മങ്ങുന്നു, കളർ ഡിമ്മിങ് അല്ലെങ്കിൽ എന്താണ്? ഡിമിനിഷിംഗ് ഓഫ് കളർ അല്ലെങ്കിൽ എന്താണ്? ചേഞ്ച് ഇൻ കളർ. അതൊക്കെ ഉണ്ടാകുന്നത് ഏതിനാണ്? മനുഷ്യന്റെ അല്ലെങ്കിൽ പ്രകൃതിദത്ത പോളിമറുകൾക്ക് ഉള്ള ലിമിറ്റേഷൻസ്, പരിമിതികളാണെന്ന് ഓർത്ത് വെക്കുക. ഇനി മനുഷ്യനിർമ്മിത പോളിമറുകളുടെ മെച്ചങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മാൻമെയ്ഡ് അല്ലെങ്കിൽ സിന്തറ്റിക് ഫൈബേഴ്സിന്റെ ക്വാളിറ്റീസ് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? വിലക്കുറവ് അല്ലെ. വിലക്കുറവ് എന്ന് പറഞ്ഞാൽ ചീപ്പാണ്, കൂടുതൽ ഈട് നിൽക്കുന്നു. ഇറ്റ്സ് സ്യൂട്ടബിൾ ഫോർ ലോങ് യൂസ്. എളുപ്പത്തിൽ ചുളുങ്ങുന്നില്ല, നോട്ട് ഈസിലി ബ്രിങ്കിൾ, ലെസ് ഫ്രിങ്കിൾസ് അല്ലെങ്കിൽ വിങ്കിൾ ഫ്രീ ആണ്. അടുത്ത, നനഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങുന്നു, ദാറ്റ് ഈസ്
can dry easily on getting wet. Dry easily on getting wet. ഇത്രയാണ് അതിന്റെ ക്വാളിറ്റീസ്. ഇതിന്റെ ലിമിറ്റേഷൻസ് പറയൂ. എന്താണ്? വായു സഞ്ചാരം കുറവാണ്, ലോ എയറേഷൻ. ഇതിന്റെ ജലാംശം ആഗിരണത്തിനുള്ള കഴിവ് കുറവാണ്. എന്താണ്? ലെസ് അബ്സോർപ്ഷൻ ലെസ് എബിലിറ്റി അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഈസ് ലെസ്. എന്താണ്? എബിലിറ്റി ടു അബ്സോർബ് വാട്ടർ ഈസ് ലെസ്. അബ്സോർപ്ഷൻ വാട്ടർ എബിലിറ്റി ടു അബ്സോർബ് വാട്ടർ ഈസ് ലെസ്, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ വാട്ടർ ലെസ് ആണ്. ലെസ് ആയിട്ട് മാത്രമേ വാട്ടറിനെ അബ്സോർബ് ചെയ്യുള്ളൂ. എബിലിറ്റി ടു അബ്സോർബ് വാട്ടർ എന്നാണ് ലോ ആയിരിക്കും. അടുത്തത്, ചൂടുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ? അല്ല. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹോട്ട് അല്ലെങ്കിൽ സമ്മർ സീസൺസ്. തീ പിടിക്കാനുള്ള പ്രവണത കൂടുതലാണ്. ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. എന്താണ്? ഹൈലി ഇൻഫ്ലേമബിൾ. ഇതാണ് ലിമിറ്റേഷൻസ്. തന്നെയാണ് നാച്ചുറൽ അല്ല, ഏതാണ്? ആർട്ടിഫിഷ്യൽ മാൻമെയ്ഡ് ഫൈബേഴ്സിന്റെ ലിമിറ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത മനസ്സിലാക്കേണ്ടത് എന്താണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ തെർമോ പ്ലാസ്റ്റിക്കുകൾ, അതിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ പ്ലാസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞ ഏത് ഷേപ്പിലും മോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് പ്ലാസ്റ്റിക്കുകൾ എന്ന് പറഞ്ഞല്ലേ. പ്ലാസ്റ്റിക് എന്തിന് ഉദാഹരണമാണ്? പോളിമറുകൾക്ക് ഉദാഹരണമാണ്. ഇനി ഈ പ്ലാസ്റ്റിക്കുകൾ പ്രധാനമായിട്ട് രണ്ട് ടൈപ്പാണ്. എല്ലാ പ്ലാസ്റ്റിക്സിനും ഒരേ പ്രോപ്പർട്ടി ഇല്ല. അപ്പൊ പ്ലാസ്റ്റിക്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഹീറ്റ് ചൂടാക്കുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ടാകും. അത് ചൂടാക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിന് ഒരു പ്രത്യേകത ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിക്കുന്നത് എന്തൊക്കെയാണത്? തെർമോ പ്ലാസ്റ്റിക്സും അതുപോലെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. മക്കളെ, എന്താണ് തെർമോ പ്ലാസ്റ്റിക്സും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും? ശ്രദ്ധിച്ചേ മക്കളെ, നമ്മള് മനസ്സിലാക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക്കുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ ചൂടാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്കുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Plastics are classified to based on heating. എന്താണ്? ഫസ്റ്റ് തെർമോ പ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും. എന്താണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്? ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഇവ എന്താണ്? ചൂടാക്കുമ്പോൾ ഇവ മൃദുവാകുന്നു, എന്നാൽ തണുക്കുമ്പോൾ ഇത് ദൃഢമാവുകയും ചെയ്യുന്നു. ഇവ എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ രൂപമാറ്റം ചെയ്യാം. അപ്പൊ ഇങ്ങനെ രൂപമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കുകളാണ് വിളിക്കുന്ന തെർമോ പ്ലാസ്റ്റിക്കുകൾ വിളിക്കുന്ന. അതിന് ഉദാഹരണമാണ് PVC. ഏതാണ്? PVCയും പോളിത്തീൻ. പോളിത്തീനും PVCയും ഏതൊരു ഉദാഹരണമാണ്? തെർമോ പ്ലാസ്റ്റിക് ഉദാഹരണം. തെർമോ പ്ലാസ്റ്റിക് എന്താണ്? ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളാണ്. ഇനി അവയെ നമുക്ക് എത്ര പ്രാവശ്യമാണെങ്കിലും ഇത്തരത്തിൽ രൂപമാറ്റം വരുത്താം. അപ്പൊ എന്താണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്? Those plastics that get softer on heating and harder on cooling, and this process can be repeated any number of times. മനസ്സിലായോ? തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ചൂടാക്കുമ്പോൾ മൃദുവാകുന്നു, അതുപോലെ തണുപ്പിക്കുമ്പോൾ ദൃഢമാകുന്നു. ഇങ്ങനെ നമുക്ക് ഈ രൂപമാറ്റം എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത്തരത്തിൽ ഇത്തരത്തിൽ രൂപമാറ്റം വരുത്താം. അപ്പൊ അതിന് ഉദാഹരണമാണ് PVC, പോളിത്തീൻ. കിട്ടിയോ മക്കളെ? ഇപ്പൊ എന്താണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്? Those plastics soft on heating and harder on cooling, and this can be repeated a number of times. This process can be repeated a number of times. കിട്ടിയോ? an example എന്താണ്? പോളിത്തീനും PVC. മനസ്സിലായോ? ഇനി എന്താണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് പറഞ്ഞാല് ഇത് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? മൃദുവാകുന്നുണ്ട്, എന്നാൽ തണുപ്പിക്കുമ്പോൾ ഇത് സ്ഥിരമായി ദൃഢമാകുന്നു. ഇതിന് തിരിച്ച് നമുക്ക് എന്ത് പഴയ അവസ്ഥയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ സെറ്റായി പോകുന്നു. അതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ആ പ്ലാസ്റ്റിക് എന്താണ്? സെറ്റായി പോകുന്നു. സെറ്റ് ആകുന്നു. അതിന് പിന്നെ മാറ്റാൻ സാധിക്കില്ല. അപ്പൊ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടാക്കുമ്പോൾ അതിന് ചെയ്യുന്നു അമൃദുവാകുന്നു, എന്നാൽ തണുക്കുമ്പോൾ സ്ഥിരമായിട്ട് ദൃഢമാവുകയാണ് ചെയ്യുന്നത്. ഇവയെ നമുക്ക് തിരിച്ച് മറ്റു പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബേക്കലേറ്റും അതുപോലെ തന്നെ മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. എന്താണ്? ബേക്കലേറ്റും മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്നിവ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണമാണ്. ഓർത്തുവെക്കാം. അപ്പൊ those plastics which remain soft on heating and gets hardened permanently, and it cannot be remolded by heating. മനസ്സിലായോ? soft ആകുന്നു and gets hardened permanently. ഇത്ര ഓർത്തിരിക്കുക. thermosetting plastics, they get softened on heating and hardened on cooling, and gets hardened permanently. മനസ്സിലായോ? and on cooling it gets hardened permanently. എന്താണ്? thermosetting plastics are those plastics which remain soft when heating during its manufacture and gets hardened permanently on cooling. അപ്പൊ ഇത്രയും പഠിച്ചാൽ എന്താണ് thermosetting plastics എന്ന് പറഞ്ഞാൽ? those plastics becomes softened on cooling and gets hardened permanently. മനസ്സിലായി? softened on heating.
those plastics soft on heating and gets hardened permanently on cooling. മനസ്സിലായോ? കൂൾ ചെയ്യുമ്പോൾ പെർമനന്റ് ഹാർഡ് ആവുന്നു, എന്നാൽ ഹീറ്റ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നു. അതിന് ഓക്കെ, കുഴപ്പമില്ല. എന്നാൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിൽ വരുമ്പോഴാണ് എന്ത് പറയുന്നത്, ഹീറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആവുന്നു, അതോടൊപ്പം അത് കൂൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പെർമനന്റ് ആയിട്ട് ഹാർഡ് ആവുന്നൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, ബേക്കലേറ്റും മെലാമൈൻ ഫോർമാൽഡിഹൈഡ് റെസിനാണ് കൂടെ ഓർത്ത് വെക്കുക. അപ്പൊ എന്റെ മക്കൾ കിട്ടിയോ? ക്ലിയർ ആയോ? ഇത്ര മനസ്സിലായോ? അപ്പൊ എന്താണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ, പ്ലാസ്റ്റിക്കിനെ നമുക്ക് അതിന്റെ എന്താണ് അതിന്റെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ് അനുസരിച്ച് രണ്ടായിട്ട് തരംതിരിക്കാം, തെർമോ പ്ലാസ്റ്റിക്കും തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കും. അതായത് ചൂടാകുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാകുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോ പ്ലാസ്റ്റിക്കുകൾ. അവയ്ക്ക് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത്തരത്തിൽ രൂപമാറ്റം വരുത്താം. അപ്പൊ അതിന് ഉദാഹരണമാണ് PVC-യും പോളിത്തീനും. ഇനി നിർമ്മാണ വേളയിൽ അല്ലെങ്കിൽ ചൂടാക്കുന്ന സമയത്ത്, മാനുഫാക്ചറിംഗ് സമയത്ത് ചൂടാക്കുമ്പോൾ ഇത് മൃദുവാകുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായിട്ട് ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. അപ്പം those plastics which remains which becomes softened when heating during its manufacture and cools when and becomes hardened permanently on cooling. Manufacture സമയത്ത് അത് ഹീറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആവുന്നു, കൂൾ ചെയ്യുന്ന സമയത്ത് പെർമനന്റ് ആയിട്ട് എന്താണ് അത് എന്ത് ചെയ്യുന്നു, ഹാർഡൻ ചെയ്യുന്നു. അത്തരത്തിൽ പ്ലാസ്റ്റിക്സിനാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ഇറ്റ് കനോട്ട് ബി ചേഞ്ച് റീമോൾഡ് ഇൻ ഫോമർ ഷേപ്പ്. മുമ്പ് അല്ലെങ്കിൽ മറ്റ് വേറെ ഷേപ്പിലേക്ക്, അതിനെ പഴയ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ അതിനെ സാധിക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ തെർമോ പ്ലാസ്റ്റിക് ഉണ്ട്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കാം. ഇനി നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെ എന്താണ്, പ്ലാസ്റ്റിക് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് എന്താ പൊല്യൂഷന് കാരണമാകുന്നു അല്ലെ. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ജൈവ വിഘടനത്തിന് വിധേയമാകാത്ത വസ്തുവാണ് അല്ലെ. അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ജൈവ വിഘടനത്തിന് വിധേയമാകാത്ത വസ്തുവാണ്, പരിസ്ഥിതി മലിനീകരണത്തിനും അതായത് ജലമലിനീകരണത്തിനും ഒക്കെ കാരണമാവുന്നുണ്ട്. അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എന്ത് ചെയ്യാൻ കഴിയുന്നതും കുറയ്ക്കുകയെന്ന് മനസ്സിലാക്കി. ജൈവ വിഘടനത്തിന് വിധേയമാകാത്ത വസ്തുവാണ് പ്ലാസ്റ്റിക്, അതിന് പരിസ്ഥിതി മലിനീകരണം അതുപോലെ ജലമലിനീകരണത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്തൊക്കെ കാര്യമാണ്? ഒന്ന്, നമ്മൾ മനസ്സിലാക്കിയത് നമുക്കിപ്പോ ഒരു പട്ടിക തയ്യാറാക്കാൻ തന്നാല്, ഉദാഹരണത്തിന് ഇവിടെ നമ്മള് നമുക്കൊരു പട്ടിക തയ്യാറാക്കി നോക്കാം, ഇതിൽ ഉത്തരം ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ നോക്കാം, ഇപ്പൊ നമ്മൾ പഠിച്ചു വെച്ച് നമുക്കൊരു പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞാല്, ഉദാഹരണത്തിന് പ്രകൃതി പോളിമറുകൾ, മനുഷ്യ നിർമ്മിത പോളിമർ, ഇതിന്റെ പട്ടിക തയ്യാറാക്കണം. അപ്പൊ പരുത്തി ഏതിൽ വരും? പ്രകൃതി പോളിമർ ആണോ മനുഷ്യ നിർമ്മിത പോളിമർ ആണോ? അതെ, പ്രകൃതി പോളിമർ ഉദാഹരണമാണ് പരുത്തി അല്ലെ. ഇനി കമ്പിളി ഏതാണ്? മനുഷ്യ നിർമ്മിതമാണോ പ്രകൃതി പോളിമറുകൾക്ക് ഉദാഹരണമാണോ? കമ്പിളി എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതി പോളിമർക്ക് ഉദാഹരണമാണ്. അതുപോലെ സിൽക്ക് ഏതിന് ഉദാഹരണമാണ്? പ്രകൃതി പോളിമർക്ക് ഉദാഹരണമാണ്. ഈ ചണമാണെങ്കിലോ അതും പ്രകൃതി പോളിമർക്ക് ഉദാഹരണം. അപ്പൊ ജൂട്ട്, സിൽക്ക്, അതുപോലെ വൂൾ, കോട്ടൺ ഇതെല്ലാം നാച്ചുറൽ ഫൈബേഴ്സിന് ഉദാഹരണമാണ്. ഇനി മനുഷ്യനുണ്ടെങ്കിൽ മാൻമെയ്ഡ് സിന്തറ്റിക് ഫൈബേഴ്സിന് ഉദാഹരണമാണ്. സിന്തറ്റിക് പോളിമേഴ്സ് ഉദാഹരണം ഏതൊക്കെയാണ്? നൈലോൺ ഉദാഹരണമാണ്, ടെർലീൻ ഉദാഹരണം, അതുപോലെ പോളിസ്റ്ററും ഏതിന് ഉദാഹരണമാണ്? സിന്തറ്റിക് ഫൈബേഴ്സിന്, മാൻമെയ്ഡ് ഫൈബേഴ്സിന് ഉദാഹരണമാണ്. ഇനി അതിന് മറ്റൊരു ചോദ്യം ചോദിക്കാവുന്നത്, ഈ പറയുന്ന മാൻമെയ്ഡ് ഫൈബേഴ്സിനും അല്ലെങ്കിൽ സിന്തറ്റിക് ഫൈബേഴ്സ് മാൻമെയ്ഡ് ഫൈബേഴ്സ് അല്ലെങ്കിൽ സിന്തറ്റിക് ഫൈബേഴ്സ് അല്ലെങ്കിൽ അതിന് നാച്ചുറൽ ഫൈബേഴ്സ്, പ്രകൃതിദത്ത പോളിമറുകൾക്കും അതുപോലെ മനുഷ്യന്റെ പോളിമറും തമ്മിലുള്ള മെച്ചങ്ങൾ ചോദിക്കാം. ഇനി അവയുടെ പരിമിതികൾ ചോദിക്കാം. മനസ്സിലായി? അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം, കൃത്രിമ നൂൽ തരങ്ങൾക്ക് യോജിച്ചവ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാം. വായു സഞ്ചാരം എങ്ങനെയാണ്? കൃത്രിമ നൂലുകൾ അല്ലെങ്കിൽ കൃത്രിമ ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് ആണ്. അതിന്റെ വായു സഞ്ചാരം എങ്ങനെ? കൂടുതലാണോ കുറവാണോ? കുറവാണ് അല്ലെ. ഇനി ജലാംശം ആഗിരിച്ചുള്ള കഴിവ് എന്താണ്? കുറവാണ്. ഇനി ചൂടുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ അനുയോജ്യമല്ലേ? അനുയോജ്യമല്ല. തീപിടിക്കാനുള്ള പ്രവണത എന്താണ്? കൂടുതലാണ്. തീപിടിക്കുന്ന പ്രവണത കൂടുതലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മളവിടെ മനസ്സിലാക്കി വെക്കുക. വായു സഞ്ചാരം കുറവാണ്. ഏതിനാണ്? മാൻമെയ്ഡ് സിന്തറ്റിക് ഫൈബേഴ്സിന് വായു സഞ്ചാരം കുറവാണ്. ജലാംശം ആഗിരിച്ചുള്ള കഴിവ് കുറവാണ്. ഇനി ചൂടുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ല. അതുപോലെ തീ പിടിക്കാനുള്ള പ്രവണത കൂടുതലാണ്. അപ്പൊ എന്റെ മക്കൾക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ ജലത്തെ കുറിച്ച് മനസ്സിലാക്കി, അതിൽ ഫൈബറും പ്ലാസ്റ്റിക്കുകളും എന്ന പാഠഭാഗം മനസ്സിലാക്കി. ഇതിൽ മാക്സിമം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് ആവർത്തിച്ച് മനസ്സിലാക്കി പഠിക്കുക, കേട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പം മാക്സിമം സ്കോർ നേടാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ കെമിസ്ട്രി ഒരുവിധം തീർത്തിട്ടുണ്ട്. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രം മീ. താങ്ക് യു.